ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വ്ലോഗ് വിത്ത് സന്ധ്യ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളുടെ അവിടെയൊക്കെ ഇതിന് ശർക്കരപ്പാൽ എന്നാണ് കേട്ടോ പറയുക. നല്ല ടേസ്റ്റാണിത്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചെറുപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നോർമലി ഇതിന് മൈസൂർ പഴമാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടത്, പക്ഷേ എനിക്ക് മൈസൂർ പഴം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഞാലിപ്പൂവനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം വേണം ഇതിന് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചെറുപഴം നല്ലതുപോലെ ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോർക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഫോർക്കാവുമ്പോൾ കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ പഴം എടുക്കുമ്പോൾ കുറച്ച് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ എല്ലാ പഴവും നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ 1/2 കിലോ പഴത്തിന് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഹെൽത്തിയർ വേർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം തേനോ അല്ലെങ്കിൽ ശർക്കര. പക്ഷേ ശരിക്കും ഇതിൻ്റെ ഒരു ഒത്തൻറ്റിക് റെസിപ്പി എന്ന് പറയുന്നത് പഞ്ചസാര ചേർത്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ, അതായത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 1.5 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ അതിൻ്റെ ഫസ്റ്റ് പാൽ തന്നെ എടുത്തിട്ട് നല്ല കുറച്ച് കട്ടിയുള്ള പാൽ തന്നെ വേണം കേട്ടോ. അത് നമുക്ക് ഈ ഒരു പഴവും പഞ്ചസാരയും കൂടിയിട്ടുള്ള കൂട്ടിലോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രിങ്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ തന്നെ അത് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്ന് തണുപ്പിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമുക്കത് സെർവ് ചെയ്ത ശേഷം കുറച്ച് പീനട്ട്സും കൂടി ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് പീനട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഞാൻ ഏകദേശം 1.5 മണിക്കൂറാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്. ഞാൻ പറയില്ല, നമുക്ക് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ മൈസൂർ പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം മൈസൂർ പഴത്തിന് ചെറിയൊരു പുളിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ചക്കരപ്പാലിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇതിന് ചക്കരപ്പാൽ എന്നാണ് പറയുക. നമ്മൾ നോമ്പിൻ്റെ സമയത്തൊക്കെ സുഹൂറിൻ്റെ ടൈമിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ചക്രപ്പാൽ ഞാൻ ടോപ്പ് ചെയ്യണത് പീനട്ട്സ് വെച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യണമെന്നില്ല, പീനട്ട്സ് ആസ് ഇറ്റ് ഈസ് നമുക്ക് ജസ്റ്റ് നടുവൊന്ന് മുറിച്ചിട്ട്, ഞാൻ സോൾട്ടഡ് പീനട്ട്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, അത് ആസ് ഇറ്റ് ഈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെറുപഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങളാരും മറക്കേണ്ട, ചക്കരപ്പാലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ ഒരു നമ്മൾ ചേർത്തിട്ടുള്ളത് തേങ്ങാപ്പാലല്ലേ. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പൊതുവേ നല്ല ടേസ്റ്റ് അല്ല. അപ്പോൾ അതും ആ പഴം കൂടി ചേരുമ്പോഴുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ നട്ട്സ്, പീനട്ട്സ് തന്നെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ചക്കരപ്പാൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഞാൻ ലാസ്റ്റ് വീക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മാംഗോ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി കുറേ പേര് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അൻറ്റിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലെറ്റ്സ് വ്ലോഗ് വിത്ത് സന്ധ്യ.